ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ അനദർ ടെക് വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നോർമലായിട്ട് നമുക്ക് കുറേ ആഡ്സ് വരാറുണ്ട്. സോ ഈ ഒരു ആഡ്സൊക്കെ, അതായത് പരസ്യങ്ങൾ, നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്നത്, എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് സ്റ്റോപ്പ് ആകും. സോ നമ്മളൊരു ഫോൺ മേടിക്കുമ്പോൾ, നമ്മുടെ പൈസ മുടക്കി നമ്മളൊരു ഫോൺ മേടിക്കുമ്പോൾ നമ്മളുടെ പെർമിഷൻ പോലും ഇല്ലാതെ നമ്മളുടെ ഫോണിൽ ആഡ്സ് തരുന്ന ചില ചീപ്പായിട്ട് പരിപാടികളിൽ ഒന്നാണ് ഈ പരിപാടിയും. സോ അത് ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയാണ് ഈ ആഡ്സ് തരുന്നത്. നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം വിചാരിച്ചാൽ. സോ അത് എങ്ങനെയാണ് നമുക്ക് ഈ വീഡിയോകൾ കാണാം ഗൈസ്. നമ്മുടെ ഈ ഒരു ആൻഡ്രോബിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൂടെ തന്നെ ഉള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ എനേബിൾ ചെയ്തിട്ട്. സോ ഗൈസ്, നമുക്ക് വീഡിയോയിൽ കിടക്കാം. അതിൽ ആദ്യത്തെ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്ഥിരം വരുന്ന, അതായത് നമ്മൾ സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുമ്പോൾ, അതായത് ഫേസ്ബുക്ക് ഓർ ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ ആഡ്സൊക്കെ നമുക്ക് വരാറുണ്ട് നമ്മൾ ആ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ. സോ ഈ ഒരു ആഡ്സ് എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത്, ഇതെങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സോ ഈ ആഡ്സ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു ഓൺലൈൻ ഷോപ്പിംഗ് മാർക്കറ്റിൽ ചെന്നിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്യാന്നിരിക്കട്ടെ. സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡാറ്റാസ് എല്ലാം തന്നെ പോകുന്നുണ്ട്. സോ ആ ഒരു കൂട്ടത്തിലും ഇതും ഷെയർ ആകുന്നുണ്ട്. ഇങ്ങനെ ഷെയർ ആകുന്നതിൻ്റെ കൂട്ടത്തിലാണ് നമുക്ക് ഏതൊരു സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാലും നമുക്കവിടെ ആ ഒരു പ്രോഡക്റ്റ് പരസ്യങ്ങളായിട്ട് വരുന്നത്. സോ അത് നമ്മളെ മേടിപ്പിക്കാനായിട്ടുള്ള അവരുടെ തന്ത്രമാണ്. പക്ഷേ നമുക്കത് വേണ്ട. അതെങ്ങനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം, അതെങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒരു സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ആ ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ആഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ആ ഒരു ഓപ്ഷനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഏറ്റവും താഴെയായിട്ട് യുവർ ആഡ്സ് ID എന്ന് പറയുന്ന ഒരു ID കാണാൻ സാധിക്കും. ഈ ഒരു ഐ ഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു ഓൺലൈൻ ഷോപ്പ് മാർക്കറ്റിൽ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു ഗൂഗിൾ ID ആയിട്ടുള്ള ഈ ഒരു ID ആണ് ഷെയർ ആകുന്നത്. അതായത് അവർ ട്രാക്ക് ചെയ്യുന്ന, അങ്ങനെ ട്രാക്ക് ചെയ്യുന്നത് മൂലമാണ് നമുക്ക് ഏതൊരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോഴും നമുക്ക് അതിൽ ആഡ്സ് വരുന്നത്. സോ ഇപ്പോൾ മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. സോ ഇങ്ങനെയാണ് നമുക്ക് സോഷ്യൽ മീഡിയകളെല്ലാം ഈ ആഡ്സ് വരുന്നത്, നമ്മൾ സെർച്ച് ചെയ്യുന്ന റിലേറ്റഡ് ആയിട്ടുള്ള ആഡ്സ് വരുന്നത്. ഇനി ഇതെങ്ങനെ നമുക്ക് നിർത്തലാക്കാം, ഇതെങ്ങനെ നമുക്ക് ഇനി ബ്ലോക്ക് ആക്കാമെന്ന ചോദ്യത്തിന് ഏറ്റവും മുകളിലായിട്ട് റീസെറ്റ് യുവർ ID എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. സോ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പഴയ ആ ഒരു ID ചേഞ്ച് ആകുന്നതായിരിക്കും. അങ്ങനെ ചേഞ്ച് ആയാൽ നമുക്ക് പഴയ നമ്മുടെ ആ ഒരു ID ബേസ് ട്രാക്ക് ചെയ്ത് ഒരിക്കലും നമുക്ക് ഒരു ആഡ് തരാൻ സാധിക്കില്ല. സോ ഇതാണ് സിമ്പിളായിട്ടുള്ള ഒരു പോയിന്റ്. എല്ലാവരും ഇത് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് മാക്സിമം ട്രൈ ചെയ്യുക. സോ മാക്സിമം ആഡ്സ് അവർ ഇതുമൂലം അവർക്ക് കൂടെ തരാതിരിക്കാൻ പറ്റും. സോ ഗൈസ്, ഇത് ട്രൈ ചെയ്ത്. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഗൂഗിൾ ആഡ്സ് ആണ്. അതായത് ഗൂഗിളിൽ നിന്ന് നമുക്ക് വരുന്ന ആ ഒരു ആഡ്സ് ആണ്. ഇനിയും പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഫോൺ കമ്പനി തന്നെ നമുക്ക് തരുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള കുറച്ച് ആഡ്സ് ആണ്. സോ ഒരു ആവശ്യമില്ല നമുക്ക് തരുന്ന കുറേ ആഡ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് എങ്ങനെ ബ്ലോക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇത് ഒരു പരിധി വരെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതും ഈ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം. അത് എന്താണ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ തന്നെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ അഡീഷണൽ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഗെറ്റ് റെക്കമെൻഡേഷൻ പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു ഓപ്ഷൻ ഉള്ള ഫോണിൽ മാത്രമേ ഈ ഒരു ട്രിക്ക് വർക്ക് ആകുള്ളൂ. ആ ഗെറ്റ് റെക്കമെൻഡേഷൻ ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞ ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ബട്ടൺ എനേബിൾ ചെയ്യുക. അങ്ങനെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം മാക്സിമം അവർ പുഷ് ചെയ്യുന്ന ഒരു 80% ആൻസർ നമുക്ക് അവിടെ നിന്ന് സേഫ് ആക്കാൻ സാധിക്കും. അതായത് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. സോ ബാക്കിയുള്ള കുറച്ച് ആഡ്സ് മാത്രമേ അത് അങ്ങനെയും ഒക്കെ വരത്തുള്ളൂ. നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ കമ്പനി ബേസ്ഡ് വരുന്ന ആഡ്സാണ്. എന്നാലും 80% ആഡ്സ് നമുക്ക് ഇതുമൂലം നമുക്കത് സോൾവ് ചെയ്യാൻ സാധിക്കും, ഈ ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം. ഇനിയും 2-3 ടിപ്സ് കൂടി പറഞ്ഞുതരാം. വേറൊന്നുമില്ല ഗൈസ്, പ്ലേ സ്റ്റോറിലെ ആപ്ലിക്കേഷൻ മാത്രം ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുക. പ്ലേ സ്റ്റോറിലെ ആപ്ലിക്കേഷൻ മാത്രം ആഡ്സ് ഇല്ലെന്നാണോ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്ലേ സ്റ്റോറിലെ ആപ്ലിക്കേഷൻ ആഡ്സ് ഉണ്ട്. അത് നമുക്ക് വെരിഫൈ ചെയ്ത് റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് ആഡ്സ് മാത്രമാണത്. അല്ലാതെ നിങ്ങൾ തേർഡ് പാർട്ടി ആയിട്ട് പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ഓരോ മോഡഡ് വെർഷൻ ആപ്ലിക്കേഷനകത്തും നിങ്ങൾക്ക് വേറെ ലെവൽ, അതായത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്ത് വരെ ചില ആഡ്സൊക്കെ വരാറുണ്ട്. സോ അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. സോ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ മാത്രം ഫോണിലിട്ട് യൂസ് ചെയ്യുക. വളരെ ആവശ്യമുള്ള ആപ്ലിക്കേഷൻ മാത്രം. അത് നിങ്ങളുടെ ഫോണിനെയും സൂപ്പറായിട്ട് വയ്ക്കും. അതുപോലെ തന്നെ ഇതുകൊണ്ടുള്ള ഈ ആഡ്സ് ശല്യത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. സോ ആവശ്യമുള്ളപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുക, അൺഇൻസ്റ്റാൾ ചെയ്യുക. ഇതായിരിക്കും ബെറ്റർ. ലാസ്റ്റായിട്ട് പറയാൻ പോകുന്ന പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫോണിൽ തന്നെ ഉള്ള എല്ലാ ഡിഫോൾട്ട് ബ്രൗസർ, അതായത് റെഡ്മി ബ്രൗസർ, MI ബ്രൗസർ ഉണ്ട്. അതുപോലെ റിയൽമിക്കും അതിനനുസരിച്ചുള്ള ഡിഫോൾട്ട് ബ്രൗസറുണ്ട്. ദൈവത്തെ ഓർത്ത് ആ ഒരു ബ്രൗസർ ഉപയോഗിക്കാതിരിക്കുക. സോ വളരെ വെറും
തെറ്റായിട്ടുള്ള ബാഡായിട്ടുള്ള ഒരു ബ്രൗസർ തന്നെയാണത്. ഒരു കാര്യമില്ല ഒരു ബ്രൗസർ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉപയോഗം. എന്താ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ വൃത്തികെട്ട ആർട്സാണ് ആ ഒരു ബ്രൗസറിലെല്ലാം തന്നെ നമുക്ക് വരുന്നത്. സോ അത് മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമുക്ക് ഗൂഗിൾ തന്നെ തരുന്നുണ്ട് ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ആ ഒരു സൂപ്പർ ബ്രൗസർ. സോ അത് യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്യുമ്പോൾ അതിനകത്തും ഇതുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ ചില പുഷ് ചെയ്തുകൊണ്ടുള്ള ആഡ്സ് വരാറുണ്ട്. ഈ ആഡ്സൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില വെബ്സൈറ്റിലൊക്കെ കയറുമ്പോഴത്തേക്ക് ചില അലോ പെർമിഷൻ ചോദിക്കുന്നത് നമ്മൾ അപ്പോഴത്തേക്ക് ആ ഒരു വെബ്സൈറ്റിൽ കയറാനുള്ള ഒരു മൈൻഡ് സെറ്റിലോട്ട് നമ്മൾ അത് അലോ കൊടുക്കാറുണ്ട്. അങ്ങനെ അലോ ചെയ്യുന്നത് മൂലമാണ് നമുക്ക് ഒരു ആഡ്സ് വരുന്നത്. ആ ഒരു വെബ്സൈറ്റിൽ എന്ത് നോട്ടിഫിക്കേഷൻ വന്നാലും നമുക്ക് നമ്മുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഇതാണ് ആ ബേസിക് ആ ഒരു കോൺസെപ്റ്റ്. സോ ഇത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതായത് അങ്ങനെ ഒരിക്കലും അലോ ചെയ്യരുത്. ഓക്കെ, ഇനിയിപ്പോൾ അലോ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളവർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ, നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ആപ്പ് മാനേജർ പോയിട്ട് ആപ്ലിക്കേഷൻ എടുക്കുക. നോട്ടിഫിക്കേഷൻ പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കി ഇടുക. ഒരിക്കലും ഒരു ആഡ്സും നിങ്ങളെ തേടി ശല്യം ചെയ്ത് വരില്ല. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാം. സോ ഇത് മാക്സിമം ഉപയോഗിക്കുക. പിന്നെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ഫോണിൽ തന്നെയുള്ള ഡിഫോൾട്ട് ബ്രൗസർ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക. ഗൂഗിൾ ക്രോം വളരെ ഡീസൻ്റ് ആയിട്ടുള്ള നീറ്റായിട്ടുള്ള സൂപ്പർ ബ്രൗസറാണ്. സോ അത് യൂസ് ചെയ്യുക. ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന എല്ലാ പോയിൻറ്റുകളും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം ഫോൺ ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഓഫ് ആക്കി ഓൺ ചെയ്തിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് മാക്സിമം ആഡ്സും നിങ്ങളെ ശല്യം ചെയ്യാതെ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. സോ ഗൈസ്, ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. കൂടെ തന്നെയുള്ള ആൻഡ്രോയിഡ് വിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ സ്റ്റേ ട്യൂൺ ആൻഡ് സ്റ്റേ സേഫ് ഗൈസ്.